ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അന്നേരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. അന്നേരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 1-2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുക. ഇപ്പം തന്നെ സമയം ഇവിടുത്തെ സൗദി അറേബ്യ ഏകദേശം 2 മണിയായിട്ടുണ്ട് രാത്രി. അന്നേരം നമ്മൾ നാട്ടിൽ ഏകദേശം 4:30-5 മണിയായിട്ടുണ്ട്. സോ അന്നേരം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുകയാണ്. അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ആൾക്കാർ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. സോ അന്നേരം നമ്മുടെ കണ്ണനിലേക്ക് പോകാം ഗൈസ്. ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് മാനസികമായി നമുക്കൊരു വിഷമമുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ചടങ്ങിനകത്ത് മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ വ്യക്തികളും വന്നിട്ടുണ്ടായിരുന്നു. മുകേഷ്, മഞ്ജു വാര്യർ, അതുപോലെ തന്നെ ഉർവശിയുടെ മകള് ഗിന്നസ് പക്രു, അതേപോലെ തന്നെ മലയാളത്തിലെ ഒട്ടുമുഖ പ്രമുഖരായിട്ടുള്ള എല്ലാ വ്യക്തികളും ഉണ്ടായിരുന്നു. ആ ചടങ്ങിലേക്കാണ് അന്നാരാജൻ ലിച്ചി എന്നറിയപ്പെടുന്ന അന്നാരാജൻ കടന്നു വരുന്ന സമയത്ത് വേദിയുടെ മുഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദിയുടെ മുഖ്യ വരികളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ മുകേഷ് ആയാലും ഇന്ദ്രൻ സേനായാലും അങ്ങനെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാർ ഇരിക്കുന്ന കാണാം. പക്ഷേ ടിനിടോം അടക്കമുള്ള വ്യക്തികൾ, ബാക്കിയുള്ള വ്യക്തികളൊക്കെ പിറയിലേക്ക് ഇരിക്കണം. അന്നേരം ആ വേദിയിലാണ് ഏറ്റവും മുന്നിലായിട്ട് നമ്മുടെ പക്രുച്ചേട്ടനെ, അജയൻ ചേട്ടനെ അവർ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ കഴിവ് എന്താണെന്നും അദ്ദേഹത്തിന്റെ ലെവൽ എന്താണെന്നും മനസ്സിലാവുന്നവർ കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒരു മുന്നിൽ ഒരു ലെവൽ, ആ വരിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ചെയർ കൊടുത്തത്. പക്ഷേ ഈ അന്നാരാജൻ എന്ന വ്യക്തി, ലിച്ചി എന്ന വ്യക്തി ആ വേദിയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് മറ്റുള്ള പ്രധാന വ്യക്തികളുടെ എല്ലാം കാലി വീണ് തൊഴുത് അപേക്ഷിച്ചിട്ടാണ് കടന്നു പോകുന്നെങ്കിലും ഗിന്നസ് പക്രുവിന്റെ അടുത്ത് വന്നപ്പോൾ അല്ലെങ്കിൽ അജയൻ ചേട്ടൻ്റെ അടുത്ത് വന്ന സമയത്തേക്ക് അദ്ദേഹത്തെ അവഗണിച്ച് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ആ വീഡിയോ അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ റീൽസുകൾ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അതിനകത്ത് പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കണ്ണ് കാണാൻ വയ്യ, എന്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ അവളെ അങ്ങനെ കണ്ടിട്ട് കറക്റ്റായിട്ടൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മുൻനിരയിൽ തന്നിരിക്കുന്ന എല്ലാവർക്കും കൈ കൊടുക്കാനും എല്ലാവരുടെ അടുത്തും വിശേഷങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞിട്ട് ഒരാളെ അവഗണിച്ച് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നീളത്തിലോ അല്ലെങ്കിൽ പൊക്കത്തിലോ ഒന്നുമല്ല കാര്യങ്ങൾ, അല്ല ഒരു വ്യക്തിയുടെ വലിപ്പത്തിനകത്തല്ല കാര്യം. ആ വ്യക്തിയുടെ മനസ്സ് എന്താണെന്നും ആ വ്യക്തിയുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി ജനങ്ങളോട് ഇടപെടാനായിട്ടുള്ള ഒരു കഴിവില്ലാതെ വരുന്ന കുറച്ച് വ്യക്തിയാണ്. ഈ അന്നാരാജൻ എന്ന വ്യക്തി എന്താണെന്നും വലിയ സിനിമയിലോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് പ്രശസ്തിയായ ഒരു വ്യക്തിയല്ല. എങ്ങനെയാണ് അന്നാരാജൻ മലയാള സിനിമയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് നമ്മളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗിന്നസ് പക്രുവിനെ സംബന്ധിച്ച് ഇതിപ്പോ ഒരു പ്രശ്നമായിരിക്കത്തില്ല. അദ്ദേഹം ആ ഒരു രീതിയിൽ തന്നെ ഇതിനെ എടുത്തിട്ടുണ്ടാകും. പക്ഷെ അദ്ദേഹത്തിന്റെ കാലിൽ തൊടാൻ പോലുമുള്ള യോഗ്യത ഉള്ള വ്യക്തിയല്ല അന്നാരാജൻ അല്ലെങ്കിൽ ലിച്ചി എന്ന് പറയുന്ന വ്യക്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാരാജന്റെ രീതി എന്താണെന്നും ഗിന്നസ് പക്രു അല്ലെന്നുണ്ടെങ്കിൽ അജയ് എന്നുള്ള ഒരു വ്യക്തി മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്നേരം അന്നാരാജന്റെ ലെവലോടെ കിടക്കുന്നു, ഗിന്നസ് പക്രുവിന്റെ ലെവൽ എന്താണെന്ന് നമുക്ക് ഈ പറയുന്നവർക്ക് തന്നെ അറിയാം. പക്ഷെ നമ്മളെല്ലാം സ്വാഭാവികമായിട്ടും ഒരു വ്യക്തികളിലേക്ക് ഒരു എന്താ പറയുക ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പേരെ പരിഗണിച്ചിട്ട് നീ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ വെറും ഒരു എന്താ പറയുക പീറ എന്നുള്ള രീതിയിൽ കണ്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ തോന്നി. അത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെപ്പോൾ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് കണ്ണിൽ കാണാതെ പോയി അല്ലെങ്കിൽ ഞാനൊന്ന് മിസ്സായി പോയി അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ല എന്നുള്ളൊരു വർത്തമാനമൊന്നുമില്ല. ആ വരിയിലുള്ള ഒരുപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും, ഈവൻ മുകേഷ് MLA ഒക്കെ കാലിലൊക്കെ തൊടുകയായിരുന്നു. എന്തിനാണെന്ന് അറിയത്തില്ല. ഈവൻ അവരെ എല്ലാം അതേ രീതിയിൽ പരിഗണിക്കാൻ അറിയാന്നുണ്ടെങ്കിൽ ആ മുൻനിരയിലിരിക്കുന്ന ആ വ്യക്തിയെ ഒഴിവാക്കിയത് തന്നെ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം. മലയാള സിനിമയ്ക്ക് അന്നാരാജൻ കൊടുത്ത സംഭാവന എന്താണെന്നും ഗിന്നസ് പക്രു എന്ന വ്യക്തി കൊടുത്ത സംഭാവന എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അന്നാരാജൻ എന്നുള്ള വ്യക്തിക്ക് എവിടെയെങ്കിലും പോയി കത്രിക മുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കടയുടെ മുന്നിൽ പോയി നിന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജിന്റെ മുന്നിൽ പോയി 4 അക്ഷരം വാ തുറന്ന് സംസാരിക്കാൻ പോലും കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. പിന്നീട് എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ആൾക്കാർ അന്നാരാജനെ നെഞ്ചിലേറ്റി വെച്ചിരിക്കുന്നത്? നെഞ്ചിലേറ്റിലല്ല വെച്ചിരിക്കുന്നത്, കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ ഒരു ഹരമായി മാറാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. അത് അവരുടെ ബിസിനസ് ട്രിക്ക് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തോട് കൂടിയിട്ടെങ്കിലും പിടിച്ചു നിൽക്കട്ടെ എന്നൊരു കരുതിയിട്ടാകാം ജീവിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഇന്ന് കാണിച്ച പരിപാടി ശുദ്ധ തെമ്മാടിത്തരമായി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ശുദ്ധ തെമ്മാടിത്തരം എന്നേ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നിങ്ങൾ കാണിച്ച അവഗണന നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല. കാരണം കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അതിനകത്ത് ഒരുപാട് ഇമോഷണലി ഫീലിങ്സ് ഉണ്ടായിട്ടുള്ളൊരു കാരണം. കാരണം ഗിന്നസ് പക്രു എന്നൊരു വ്യക്തിയോട് എല്ലാ മലയാളികളായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു പ്രത്യേക താല്പര്യം, ഒരു ഇഷ്ടമാണ്. കാരണം ആ ഒരു വ്യക്തിയുടെ ഇടപെടൽ തന്നെ ഇപ്പോൾ ഒരുപാട് മലയാള റിയാലിറ്റി ഷോയിലായാലും ബാക്കിയുള്ള പരിപാടികളിൽ വരുമ്പോഴത്തേക്കും ഗിന്നസ് പക്രു എന്നുള്ള
വ്യക്തി ഒരു കാൻഡിഡേറ്റ്സിൻ്റെ ആയാലും ഒരു പരിപാടികളുടെ അവതാരകനോടായാലും അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് പങ്കെടുക്കാൻ വരുന്നവരോടായാലും അതിനകത്ത് വരുന്ന കാണികളായിട്ടുള്ളവരോടും ഇടപെടുന്ന ഒരു രീതി ആ മനുഷ്യനെ ഏറെ വ്യത്യസ്തനാക്കുന്ന ഒരു കലാകാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ മുന്നിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മുന്നിൽ നമ്മളെ എല്ലാക്കാട്ടും ഒരുപാട് ഉയരത്തിലും നമ്മളെ എല്ലാക്കാട്ടും ഒരു വലിയ മനസ്സിൻ്റെ ഉടമയുമാണ് ഗിന്നസ് ബുക്ക്. അദ്ദേഹത്തിനോട് ഇത് കാണിച്ചത് കൊണ്ടുള്ള ഒരു വിരോധം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിവേ നിർത്തുന്നു. അഖിൽ വിഷം സൈനിങ് ഔട്ട്. ബൈ.